നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടെക്നോ ഷാനിക് മലയാളം യൂട്യൂബ് ചാനൽ. ഞാൻ ഷാനിക്. സുഹൃത്തുക്കളെ, നമ്മളിന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് പണ്ടത്തെ കാലത്ത് ഹാക്കിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം 1960s 18s തന്നെ തുടങ്ങിയ ഒരു ടെക്നിക്കാണ് ഹാക്കിംഗ് എന്നുള്ള സംഭവം. അത് ഒരുപാട് കാലമായിട്ടുള്ളതാണ്. സോ പണ്ടത്തെ കാലത്ത് ഹാക്കിംഗ്, ഫോൺ ഹാക്കിംഗ് അല്ലെങ്കിൽ ഫോൺ ഫ്രീക്കിംഗ് എന്താണെന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വീഡിയോ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ മാത്രം ഈ വീഡിയോ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. സോ നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. സുഹൃത്തുക്കളെ, ഫോൺ ഫ്രീക്കിംഗ് ഈ വേർഡ് കോയിൻ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ പ്ലസ് ഫ്രീ ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്തപ്പോഴാണ് ഫ്രീക്കിംഗ് എന്നൊരു വേർഡ് ഉണ്ടാക്കപ്പെട്ടത്. സോ ഈ രണ്ട് വേർഡ്സ് പറയുന്ന പോലെ തന്നെ ഫോൺ ഫ്രീ ആയിട്ട് ലോങ് ഡിസ്റ്റൻസ് കോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നീക്കായിരുന്നു. പണ്ടത്തെ ആളുകൾ ഉപയോഗിച്ചൊരു ടെക്നീക്കായിരുന്നു ഈ ഫോൺ ഫ്രീക്കിംഗ് എന്നുള്ളത്. പണ്ട് കാലത്ത് നമുക്കറിയാം, നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഒരു കോൾ, ഇപ്പോൾ ഞാൻ അമേരിക്കയിലേക്ക് അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലേക്ക് ഒരു കോൾ ചെയ്യാമെന്ന് വെക്കാം. ഒരു എക്സാമ്പിൾ, പണ്ടത്തെ കാലത്ത് കേട്ടോ, ഞാൻ ഒരു കോൾ ചെയ്തതിന് ശേഷം ഇത് നേരെ ഇംഗ്ലണ്ടിലേക്കല്ല പോകുന്നത്, ഇത് എൻ്റെ അടുത്തൊരു ടെലിഫോൺ എക്സ്ചേഞ്ചിലേക്ക് പോകുന്നു. അവിടെ പോകുമ്പോൾ നമ്മൾ പറയുന്നു എനിക്ക് എവിടേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. അവിടേക്ക് പറയുമ്പോൾ അവരതിനെ മാറ്റി എനിക്ക് ഏത് ഭാഗത്തേക്കാണോ, ഏത് രാജ്യത്തേക്കാണോ വിളിക്കേണ്ടത് ആ രാജ്യത്തേക്ക് കണക്ട് ചെയ്ത് തരികയാണുള്ളത്. ആ കാലത്ത് എല്ലാ വീടുകളിലും ടെലിഫോൺ ഉണ്ടാകുന്നില്ല. ടെലിഫോണിൻ്റെ യൂസേജ് വളരെയധികം കുറവായിരുന്നു. പക്ഷേ കാലം പോകുന്തോറും ടെലിഫോൺ യൂസേജ് കൂടി. അതുകൊണ്ട് തന്നെ വലിയ നമ്പർ ഓഫ് ഓഡിയൻസ് ഇതിന് യൂസേഴ്സ് ആയിട്ട് തുടങ്ങി. അതുകൊണ്ട് തന്നെ ഈ ഒരു ടെലിഫോൺ എക്സ്ചേഞ്ച് വയ്ക്കുമ്പോൾ ഒരുപാട് ആളുകൾ അതിൽ വർക്കേഴ്സ് ആയിട്ട് വേണ്ടി വരും. അപ്പോൾ ഫോണിൻ്റെ ഉപയോഗം കൂടിയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളെ ജോലിക്ക് വെക്കേണ്ടി വന്നു. ഒരുപാട് സാലറി കാര്യങ്ങളായപ്പോൾ അത് ബുദ്ധിമുട്ടായി തുടങ്ങി ടെലിഫോൺ കമ്പനികൾക്ക്. സോ അവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെലിഫോൺ എക്സ്ചേഞ്ച് എന്നുള്ളൊരു ഐഡിയ മാറ്റിയതിന് ശേഷം ഒരു ഓട്ടോമാറ്റിക് ഒരു സിസ്റ്റം വെച്ചു. ഈ സിസ്റ്റം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടെലിഫോൺ എക്സ്ചേഞ്ചിൽ മാനുവലായിട്ട് എന്ത് ചെയ്യുന്നു ഇത് ഓട്ടോമാറ്റിക് ചെയ്യുന്നുള്ളതായിരുന്നു ഇതിൻ്റെ പ്രവർത്തന രീതി. ഇപ്പോൾ നമ്മൾ ഇംഗ്ലണ്ടിലേക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ടെലിഫോൺ എക്സ്ചേഞ്ചിൽ മാനുവലായിട്ട് ചെയ്യുന്നതിന് പകരം അത് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്നതായിരിക്കും ഈ മെഷീൻ. സോ ഈ മെഷീൻ വർക്ക് ചെയ്യുന്നത് ഒരു ട്യൂണിങ് സിസ്റ്റത്തിലാണ്. ഇത്ര മെഗാ ഹെർട്സിലൊരു ട്യൂൺ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് രാജ്യത്തേക്കാണ് അത് കണക്ട് ചെയ്യേണ്ടത്, ഇനി അബ്രോഡ് കോളാണോ അല്ലെങ്കിൽ ഇതിന് അകത്തുള്ള കോൾ തന്നെയാണോ, ഏത് രാജ്യത്തേക്കാണ് കണക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ട്യൂണിനനുസരിച്ച് ഇപ്പോൾ കീ എന്നുള്ള ഒരു ട്യൂൺ ഉണ്ടല്ലോ, അതിൽ മെഗാ ഹെർട്സ്, ഇത്ര മെഗാ ഹെർട്സ് ആണെങ്കിൽ ഇംഗ്ലണ്ടിലേക്ക്, ഇത്ര മെഗാ ഹെർട്സ് ആണെങ്കിൽ അമേരിക്കയ്ക്ക്, ഇത്ര മെഗാ ഹെർട്സ് ആണെങ്കിൽ കാനഡയ്ക്ക്, അങ്ങനെ പല പല രീതിയിൽ 12 ട്യൂണോളം സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഈ മെഷീൻ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത്. സോ ഇത് അറിഞ്ഞതോടുകൂടി ആളുകൾ ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. ഇതിനെ പല രീതികൾ ഉപയോഗിച്ചിട്ട് ഫ്രീ കോൾ നടത്താനായിട്ട് അവർ ശ്രമിച്ചു. അങ്ങനെ ആദ്യ ശ്രമം 1960 സക്സസ്ഫുള്ളായി 2600 മെഗാ ഹെർട്സിന്റെ ഒരു ട്യൂൺ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അത് നമുക്ക് അബ്രോഡിലേക്കുള്ള കോളുകൾ കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു നമുക്കപ്പോൾ അതിനുള്ള റൈറ്റ് കിട്ടിയെന്നാണ് അർത്ഥം. സോ ഇത് നമുക്ക് ഇതുവരെ നമ്മുടെ ഈ ഫോൺ കോളിന് ഇതില്ല, അബ്രോഡിനുള്ള റൈറ്റ്സ് ഇല്ല. പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു ടോൺ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ മെഷീൻ എന്ത് വിചാരിക്കും, സോ ഇയാൾക്ക് അതിനുള്ളൊരു റൈറ്റ് ഉണ്ട്, ഇയാൾ അതിനുള്ള എമൗണ്ട് പേ ചെയ്തതെന്നുള്ളതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് അബ്രോഡിലുള്ള കോൾ ഓപ്പൺ ആവും. പിന്നെ നമുക്ക് ആർക്ക് വേണമെങ്കിലും ആ ഫോണിൽ നിന്ന് വിളിക്കാം അബ്രോഡ്, പക്ഷെ പൈസ പോകത്തില്ല. അങ്ങനെയാണ് ഈ ഫോൺ ഫ്രീക്കിംഗ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ഈ ലേസ് പോലത്തെ ചെറിയ പാക്കറ്റിൽ വരുന്ന സാധനങ്ങളിലൊക്കെ പല ഗിഫ്റ്റുകൾ ഉണ്ടല്ലോ, ചെറിയ ചെറിയ ഗിഫ്റ്റുകൾ. അതുപോലെ തന്നെ അവിടുത്തെ ആ അമേരിക്ക പോലത്തെ രാജ്യങ്ങളിൽ ഒരു ഗിഫ്റ്റ് വന്നിരുന്നു പോലും, ഒരു ഇതുപോലെ ലേസ് പോലത്തെ ഒരു പാക്കറ്റ്, അതിനകത്തൊരു വിസിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിനുള്ള ഒരു ചെറിയ ഗിഫ്റ്റ് ആയിരുന്നു. ആ വിസിലിന് കംപ്ലീറ്റ് കറക്റ്റ് 2600 മെഗാ ഹെർട്സ് സൗണ്ട് ആയിരുന്നു പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നു. സോ ആ വിസിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ഫോൺ ചെവിയിൽ വെച്ചതിന് ശേഷം വിസിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതേ സൗണ്ട് റീപ്രൊഡ്യൂസ് ആവുന്നതുകൊണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഈ ടൂൺ കറക്റ്റായി അവർക്ക് കിട്ടുന്നതുകൊണ്ട് ഫ്രീ ആയിട്ട് നമുക്ക് എബ്രോഡ് കോൾ ഓപ്പൺ ആവുന്നു, നമുക്ക് സിമ്പിളായിട്ട് ആരെയും വിളിക്കാൻ സാധിക്കുന്നു, പണം നഷ്ടമാവാതെ തന്നെ. അതിനുശേഷം ബ്ലൂ ബോക്സ് എന്നൊരു സംഭവം ആളുകൾ ഇൻവെന്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ആ ബ്ലൂ ബോക്സിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 12 ട്യൂൺ, ഞാൻ പറഞ്ഞല്ലോ ഈ മെഷീൻ 12 ട്യൂണാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ 12 ട്യൂണാണ് ക്രിയേറ്റ് ചെയ്യുന്നത് പല പല കോൾസ് കണക്ട് ചെയ്യാനായിട്ട്. ഈ 12 ട്യൂണും നമുക്ക് ഈ ബ്ലൂ ബോക്സിന്റെ സഹായത്തോടു കൂടി ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ക്രേസിയിലെ ഈ ബ്ലൂ ബോക്സിന്റെ സഹായത്തിൽ നമുക്ക് എവിടേക്കാണോ കണക്ട് ചെയ്യുന്നത് ആ ട്യൂണ് പ്ലേ ചെയ്തിട്ട് നമ്മൾ ഫോൺ അതിനടുത്ത് വെക്കുക അല്ലെങ്കിൽ ചെവിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ രാജ്യത്തേക്കുള്ള കോൾ ഓപ്പൺ ആവും. നമുക്ക് സിമ്പിളായിട്ട് ആരെ വേണമെങ്കിലും വിളിക്കാം, പൈസ നഷ്ടപ്പെടാതെ തന്നെ. സോ ഈ ടെക്നോളജി ഒരുപാട് കാലം ആളുകൾ ഉപയോഗിച്ചു, ഒരുപാട് കാലം പറ്റിച്ചു എന്ന് തന്നെ പറയാം ടെലിഫോൺ കമ്പനികൾ തന്നെ. അതിനുശേഷം 1983 ഏകദേശം ഈ ഫോൺ ഫ്രീക്കിങ്ങിന് ഒരു അന്ത്യം കുറിച്ചു. കാരണം അതിനുശേഷം ടെലിഫോൺ കമ്പനികൾ അവരുടെ ലൈൻ എല്ലാം റീക്രിയേറ്റ് ചെയ്തു അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്തു എന്ന് പറയാം. കാരണം അതുവരെ വോയിസും ട്യൂൺസും ഒരേ ലൈനിൽ തന്നെ പോയിക്കൊണ്ടിരുന്നു. ഇപ്പം നമ്മളിപ്പോൾ സംസാരിക്കുന്നു, അതിൽ കൂടെ തന്നെ ട്യൂൺ കൊടുത്താലും അതും അവിടെ അക്സെപ്റ്റ് ആവും. പിന്നെ അവർക്ക് ഐഡിയ വെച്ചപ്പോൾ അവർ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വോയിസിന് ഒരു സ്ഥലം, ട്യൂണിന് വേറെ ലൈൻ ക്രിയേറ്റ് ചെയ്തു. സോ ഇതിലൂടെ നമ്മൾ ട്യൂൺ ഉണ്ടാക്കിയാലും അത് അക്സെപ്റ്റ് ചെയ്യില്ല മെഷീൻ. വേറെ ലൈൻ ഉപയോഗിച്ചിട്ട് അവിടെ നിന്ന് വരുന്ന ട്യൂൺ മാത്രമേ ഇത് അക്സെപ്റ്റ് ചെയ്യുള്ളൂ. സോ ഇതുപോലുള്ള ഒരു ഫ്രോഡ് അതിൽ 1983 ഈ ലൈൻ അപ്ഗ്രേഡ് ചെയ്യുന്നതിലൂടെ അവസാനിപ്പിക്കാനായിട്ട് സാധിച്ചു. സോ എനിക്ക് തോന്നുന്നു ഫോൺ ഫ്രീക്കിംഗ് അല്ലെങ്കിൽ ഫോൺ ഹാക്കിംഗ് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്നുള്ള സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, കൊടുക്കാൻ ചെറിയ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, സൗജന്യമാണ്. സോ ഞാൻ അടുത്ത് വളരെ വരുമ്പോൾ വരെ ഗുഡ് ബൈ എന്ന് പറയുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ 6K സബ്സ്ക്രൈബേഴ്സ് വേഗം എത്തിക്കുന്ന ഒരു 300-400 ബാക്കിൻ്റെ സമയം എടുക്കുന്നറിയാം. എങ്കിലും നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ വേഗം എല്ലാം എത്തുന്നതായിരിക്കും. സോ സ്റ്റേ ഹോം, സ്റ്റേ സേഫ്, ഗുഡ് ബൈ.